ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സമൂസ ഷീറ്റും അതുപോലെ തന്നെ ചിക്കൻ റോള്, ബീഫ് റോള് അങ്ങനത്തെ റോളൊക്കെ ഉണ്ടാക്കാനുള്ള ഷീറ്റൊക്കെ നമുക്ക് വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റൗ ടോപ്പിൽ നേരിട്ട് വെച്ചിട്ടല്ല ഈ ഒരു ഷീറ്റ് റെഡിയാക്കുന്നത്. അതുപോലെ തന്നെ മാവ് കുഴക്കുകയും പരത്തുകയും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള റോളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ സാധാരണ റോളിൻ്റെ ഒക്കെ പോലെ തന്നെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതിനങ്ങനെ ഒരുപാട് ചേരുവകളൊന്നും വേണ്ട, വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത് കേട്ടോ. പിന്നെ നമ്മളിതിൽ മസാല ഫില്ല് ചെയ്യുമ്പോൾ മസാലയിലുള്ള ഉപ്പും കൂടെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ഉപ്പ് വേണ്ട. അപ്പോൾ ഞാനിതാ അരക്കപ്പിലേക്ക് ഇത്രയും ഉപ്പുള്ള കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ വെള്ളം തന്നെയാണ് കേട്ടോ, സാധാരണ നമ്മുടെ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുക്കുക. നമ്മൾ സാധാരണ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കാൻ ദോശയൊക്കെ ചുട്ടെടുക്കുന്നില്ലേ, ആ ഒരു ലൂസിലുള്ള ബാറ്റർ തന്നെ മതി കേട്ടോ. ഒരുപാട് തിക്കായിട്ടും വേണ്ട, എന്നാൽ ഒരുപാട് അങ്ങ് തിന്നായിട്ടും വേണ്ട, അങ്ങനത്തെ ഒരു ബാറ്ററാക്കി എടുക്കണം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് തിക്കായിട്ടും വേണ്ട, എന്നാൽ ഒരുപാട് ലൂസായിട്ടും വേണ്ട കേട്ടോ. ഈ ഒരു ലൂസാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. പിന്നെ നമുക്ക് ഒരെണ്ണൊക്കെ ചുട്ട് നോക്കിയിട്ട് പിന്നെ കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് വേണ്ടത്, ഞാനിതാ ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. ഈ ഫ്രൈ പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും അത് ചൂടായിട്ടുണ്ടോ എന്ന്. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ മാവ് നമ്മുടെ പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്കിത് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇത് ഒട്ടലൊന്നുമില്ലാതെ നല്ല കറക്റ്റായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും. പിന്നെ കുറച്ച് സമയം കൂടെ വെച്ച് കൊടുത്താൽ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. സൈഡൊക്കെ ഒന്ന് പതുക്കെ വിടിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ എടുക്കാം. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവുക അങ്ങനെ പറ്റി പിടിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല തിന്നായിട്ടുള്ള ദോശ തന്നെയാണ്. പിന്നെ കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. പിന്നെ നമ്മളത് എടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു വിടവിലൂടെയൊക്കെ ആവി കയ്യുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് എടുക്കുക. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പാനിൽ വീണ്ടും നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ കട്ടിയാവുന്ന വിധത്തിൽ ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ തന്നെ വീണ്ടും വെച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല തിന്നായിട്ടുള്ള ദോശയാണ് കേട്ടോ. അത് കയ്യിൽ വെച്ചാൽ തന്നെ കയ്യിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത്, ഈ മുകൾ ഭാഗം വന്നിട്ടുള്ളത് നമ്മൾ ആ ഒരു പാനിൽ തട്ടിയിരിക്കുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ. ആ ഒരു ഭാഗത്താണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു ഭാഗം കുറച്ച് ഡ്രൈ ആയിട്ടുമാണ്, അതായത് ആ ഒരു മുകൾ ഭാഗം കുറച്ച് ഡ്രൈ ആയിട്ടും അതിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊരു ഒട്ടുന്ന പോലെ ഉണ്ട്. എന്നാൽ പാത്രത്തിലൊന്നും അങ്ങനെ ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാൻ വേറെ പശ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സമൂസയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് സമൂസ ഈ ഒരു ഒരെണ്ണം കൊണ്ട് നമുക്ക് 2 സമൂസ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ബീഫ് റോളാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ആ ബീഫിൻ്റെ മസാല ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മസാലയുടെ മുകളിലേക്ക് ഒരു ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അതവിടെ ഒട്ടിയിരിക്കും കേട്ടോ. ഈ ഒരു ഭാഗം ചെറുതായിട്ട് ഒട്ടുന്ന സൈഡാണ്. അപ്പോൾ പിന്നെ 2 സൈഡും ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്താൽ നമ്മുടെ റോൾ ഇവിടെ റെഡിയായി.
ഞാൻ ഓരോ ദോശയും ചുട്ട് എടുത്തതിന് ശേഷം അപ്പം തന്നെ ഇത് മസാല വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് ഒഴിച്ച് അത് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് സമയവും ലാഭിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. പിന്നെ നമുക്കിത് ഇങ്ങനെ അട്ടിക്കട്ടിക്കിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അത് റോൾ ചെയ്തെടുത്താൽ അവിടെ ഒട്ടിയിരുന്നോളും. അപ്പോൾ അത് 1/2 കപ്പ് മൈദ വെച്ചിട്ട് ഞാനിവിടെ ഇതുപോലുള്ള ഈ ഒരു വലിപ്പത്തിൽ 4 റോളാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സമൂസയാണെങ്കിൽ നമുക്കത് ഇതുപോലെ മുട്ടയിലൊന്ന് മുക്കി റോൾ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരിട്ട് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്